സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് രേണു സുധിയും സംവിധായകൻ ശാന്തിവിള ദിനേശും തമ്മിലുള്ള പൊരിഞ്ഞ അടിയാണ്. ഓരോ ദിവസവും അത് കൂടിക്കൂടി വരിക. ശാന്തിവിളയ്ക്ക് കട്ടയ്ക്ക് മറുപടി നൽകി എയറിൽ കയറ്റുകയാണ് രേണു സുധി. ഉരുളയ്ക്ക് ഉപ്പേരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, അതിപ്പോൾ കണ്ടു. രേണുവിന്റെ ചൂടൻ മറുപടിയിൽ പൊള്ളി എയറിൽ കയറി നിൽക്കുകയാണ് ശാന്തിവിള. എല്ലാവരെയും കുറ്റം പറഞ്ഞും ഇല്ലാ കഥകൾ ഉണ്ടാക്കിയും ഗോസിപ്പുകൾ മെനഞ്ഞും സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെ ആളുകളെ ആക്ഷേപിക്കുന്ന ശാന്തിവിള ഇപ്പോഴാ ഒരു നല്ല ഹോട്ടലിൽ കയറിയത്. രേണുവിനെതിരെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കും വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും ചുട്ട മറുപടിയാണ് രേണു കൊടുത്തത്. തന്നെ തൈക്കളവി എന്ന് വിളിച്ച ശാന്തിവിളയെ അപ്പൂപ്പ എന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടാണ് രേണു മറുപടി നൽകിയത്. എനിക്ക് 37 വയസ്സേ ഉള്ളൂ, എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ തനിക്ക് നാണമില്ലേ എന്നാണ് രേണു ചോദിക്കുന്നത്. ദുബായിൽ രേണു മോശമായ രീതിയിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ തന്റെ കൈവശം ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാനാണ് ശാന്തിവിള ദിനേശിന്റെ ആരോപണത്തിനെതിരെ രേണു ആഞ്ഞടിച്ചത്. ശാന്തിവിള ദിനേശ് രേണുവിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഞാൻ എയറിൽ തന്നെയാണ് ഇപ്പോഴും, എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരുപാട് ബ്ലോഗർമാരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എന്നെ അനുകൂലമായിട്ട് പറയുന്ന ബ്ലോഗിലൂടെയാണ് എൻ്റെ നെഗറ്റീവുകൾ കേൾക്കുന്നത്. സിനിമാക്കാരെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ഒരു സിനിമാക്കാരനായിരുന്നു. പക്ഷെ ശാന്തിവിള ദിനേശ് അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. തനിക്ക് നാണമില്ലേ? എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ താൻ ആരാ? എടോ, എനിക്ക് 36 വയസ്സേ ഉള്ളൂ, എന്നെ തൈക്കളവി എന്ന് വിളിക്കാൻ നാണമില്ലേ അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ദുബായിൽ നിന്ന് ആരോ അയച്ചു തന്നതാണെന്ന് താൻ പറഞ്ഞു. ധൈര്യമുണ്ടെങ്കിൽ താനത് സോഷ്യൽ മീഡിയയിൽ ഇടടോ എന്നാണ് സുധി കട്ടക്കി പറഞ്ഞത്. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന തന്നെ വേട്ടയാടുന്നവർക്ക് ഒരു ശാന്തിയുമില്ലാത്ത അപ്പൂപ്പനെന്നാണ് രേണു വിശേഷിപ്പിച്ചത്. വിമർശനങ്ങൾ ഒരു വശത്ത് തുടരുമ്പോഴും വിദേശയാത്രകളും ഉദ്ഘാടനങ്ങളും ആൽബങ്ങളും ഒക്കെയായി തന്റെ കരിയറിൽ കരുത്തോടെ മുന്നേറുകയാണ് രേണു സുധി. അപവാദ പ്രചാരണങ്ങൾ കൊണ്ട് തന്നെ തളർത്താൻ കഴിയില്ലെന്ന് രേണു പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ അപവാദങ്ങൾ കേട്ട് മൂലയിൽ ഒതുങ്ങുകയല്ല വേണ്ടത്. അങ്ങനെ ഒതുക്കാനാണ് ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും കുറ്റപ്പെടുത്തി മാറി നിൽക്കത്തേയുള്ളൂ. രേണു സ്വന്തമായി തന്നെയാണ് തന്റെ ജീവിതം വഴിവെട്ടി മുന്നേറുന്നത്. സുധിയുടെ മരണശേഷം ജീവിക്കാനായി അഭിനയ രംഗത്ത് സജീവമായ രേണുവിന് കേൾക്കേണ്ടി വരുന്ന പഴികൾ, ആ പഴികൾക്ക് കണക്കില്ലായി. ഇന്നും അതിന് കുറവൊന്നും തന്നെയില്ല. എന്നാൽ ഇതൊന്നും രേണു മൈൻഡ് ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. അതാണ് ശ്രദ്ധേയം.